അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഞാൻ പിന്നെയും തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ പറയുന്നത്, നമ്മൾ കുറേ നാളായില്ലേ വീഡിയോ എടുത്തിട്ട്, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഫുത്തി ഉപയോഗിച്ചിട്ട് കുറേ നാളായി, അതുകൊണ്ട് ഇന്ന് കുറച്ച് ഫുത്തി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ആരാണ് കൊലപാതകം നടത്തിയത്? ഓക്കെ, ഒത്തിരി അന്വേഷിക്കാനുണ്ട്, അതുകൊണ്ട് ഒത്തിരി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. മിസ്റ്റർ ശ്യാം ലളിതയുടെ വീടിന്റെ കതക് തുറന്നിട്ടിരിക്കുന്നതായി കണ്ടു. അകത്ത് കയറി നോക്കിയപ്പോൾ വീട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നു. ലളിതയുടെ വീടിന്റെ കതക് തുറന്ന് കിടക്കുന്ന കണ്ടാലേ കയറി അങ്ങ് നോക്ക്. അയാൾ ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ അവിടെ ലളിതയുടെ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു. അയാൾ പേടിച്ചുപോയി. പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവ് മെഹുലിനെ ഫോൺ വിളിച്ചു. ബാത്റൂമിനകത്ത് പോയപ്പോൾ മെഹുൽ മൃതദേഹം താഴെ കിടക്കുന്നത് കണ്ടു. മൃതദേഹം കണ്ടപ്പോൾ തന്നെ മെഹുലിന് മനസ്സിലായി അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന്. എന്നിട്ട് എന്നോട് പറയൂ, എങ്ങനെയാണ് അവൾ മരണപ്പെട്ടിട്ടുണ്ടാവുക എന്ന്. തൂങ്ങി മരിച്ചതാവാനാണ് വഴി. ഒന്നുമല്ല, തൂങ്ങി മരിച്ചൊന്നുമല്ല, ഫുത്തി ഉപയോഗിക്കൂ. ഫുത്തി നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ, ശരീരത്തേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. നീല കളറിലെ പാടുകൾ വിഷമിറക്കിയതാണ്. ആ സ്ത്രീയുടെ മൃതദേഹത്തെ സൂക്ഷിച്ചു നോക്കൂ. അവരുടെ ശരീരം പെരുകിയിട്ടുണ്ട്. ബാത്റൂമിൽ ബാത്ത് ടബുമുണ്ട്. അതിനുള്ളിൽ അഴുക്ക് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ആ വെള്ളം താഴെ വീണിട്ടുണ്ട്. അതിനർത്ഥം ആ സ്ത്രീ ബാത്ത് ടബിൽ മുങ്ങിയാണ് മരിച്ചത്. അപ്പോൾ ഒത്തിരി ഒന്നും ആലോചിക്കണ്ടായിരുന്നല്ലയോ. ഞാനെന്തൊരു മണ്ടന, അപ്പുറത്ത് വെള്ളമുണ്ട്, വെള്ളത്തിൽ വീണ് കിടക്കുന്നു, പിന്നെ ഇനി അല്ലാതെ വേറെ എങ്ങനെ ചാവാനാണ്. പക്ഷേ മെഹുൽ ആ ബോഡി കണ്ടിട്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്നിട്ട് അതൊരു അപകടമല്ല, കൊലപാതകമാണെന്ന് മനസ്സിലാക്കി. എന്താ ലോജിക്കൽ ആർമി? മെഹുലിനത് എങ്ങനെ മനസ്സിലായി? അതന്നെ. അപ്പൊ ഞാൻ മണ്ടനല്ല, ആരാ പറഞ്ഞേ? ഒരു മിനിറ്റ്, അതെന്തോ കൈയുടെ അവിടെ ഒരു പാട്, അവിടെ കൈയുടെ അവിടെ ഒരു പാട്, കാലിന് അവിടെ 2 പാട്. അവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് നമ്മൾ അന്വേഷിക്കാൻ കിടക്കുന്നു. മരണം നടന്നത് ബാത്തബിൽ മുങ്ങിയാണെങ്കിൽ ബോഡി എങ്ങനെയാണ് താഴെ വന്നത്? ഇൻട്രസ്റ്റിംഗ്. അതായത് ബോഡി ആരോ ബാത്തബിൽ നിന്ന് താഴെ എടുത്തു വെച്ചതാണ്. ഇതിനിടയിൽ ശ്യാം പറയുന്നു, അയ്യോ ഞാനല്ല ഇത് ചെയ്തത്. അത് ശരിയാണല്ലോ, ആ നീല കളറിലെ പാടും അതൊന്നും വേണ്ട. അപ്പം ശരിയാ, അതിനകത്ത് ചത്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കിടക്കണ്ടേല്ലേ, ഇതെങ്ങനെ ഇപ്പുറത്ത് വന്ന്? ഞാനാ മണ്ട. മെഹുൽ ലെൻസിന്റെ സഹായത്താൽ ആ ലേഡിയുടെ ശരീരം ഒബ്സർവ് ചെയ്തു. മെഹുലിന് കുറച്ച് ക്ലൂസ് കിട്ടി. ആ സ്ത്രീയുടെ കയ്യിലും കാലിലും ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. ആ പാടുകൾ കണ്ടിട്ട് മെഹുലിന് ഒരു വലിയ ക്ലൂ കിട്ടി. ഈ ഫിംഗർ പ്രിന്റ് കണ്ടിട്ട് എന്ത് ക്ലൂ ആണ് കിട്ടിയതെന്ന്? 2 കൈയുടെ പാട്, അപ്പുറത്ത് കാലിലും 2 വിരലിന്റെ പാട്. ആ വിരലിന്റെ പാട് കണ്ടിട്ട് തള്ള വിരലിന്റെ പാട് അല്ല, അത് പോട്ടെ, അതെന്തേലും പോട്ടെ. ഒരു മനുഷ്യനാ വന്നത്. എന്താ വന്ന നോക്കാം. ഫിംഗർ പ്രിന്റ് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ 2 ടൈപ്പ് ഫിംഗർ പ്രിന്റ് ഉണ്ട്. അതായത് ഒരാളല്ല 2 പേരുണ്ട്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ ഇത് 2 പേരെ ഒരാൾ തന്നെ 2 എണ്ണം വെച്ച് പിടിക്കരുതോ? മെഹുൽ ഡെഡ് ബോഡി ഡോക്ടർ സഞ്ജനയുടെ അടുത്തേക്ക് പരിശോധനയ്ക്കായി അയച്ചു. മെഹുൽ മിസ്റ്റർ ശ്യാമിനോട് ചോദിച്ചു, പിന്നെ അത് ആദ്യമേ അങ്ങ് ചെയ്യരുതെന്ന് ഇയാൾക്ക്. ആരെല്ലാമാ താമസിക്കുന്നത്? താങ്കൾ ഇവിടെ എന്തിനാണ് വന്നത്? അപ്പോൾ മിസ്റ്റർ ശ്യാം പറഞ്ഞു, സർ ഞാൻ ഇവിടെ റെന്റ് വാങ്ങാനായി വന്നതാ. ഈ ഫ്ലോറിൽ വേറെ ആരും തന്നെ താമസിക്കുന്നില്ല. ഈ ഫ്ലോർ മുഴുവനും കാലിയാണ്. മുകളിലത്തെ ഫ്ലോറിലും ആളില്ല, എന്നാൽ താഴത്തെ എല്ലാ ഫ്ലോറിലും ആൾക്കാരുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ലിഫ്റ്റിനടുത്ത് CCTV ക്യാമറയും ഉണ്ട് സർ. ഇതുവരേക്കും ഒരുപാട് പേർ ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാകും. എങ്ങനെ മനസ്സിലാക്കും ഇതിൽ ആരാണ് ആളെന്ന്? അപ്പോൾ മെഹുലിന് ഒരു ഐഡിയ കിട്ടി. എന്താ? മെഹുലിനെ ലിഫ്റ്റ് കണ്ടിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും കൊലപാതകി ആരാണെന്ന്? ചിന്തിക്കൂ ലോജിക്കലാർമി. ഈ ഫ്ലോറിൽ വേറെ ആരും തന്നെ താമസിക്കുന്നില്ല. ഈ ഫ്ലോർ മുഴുവനും കാലിയാണ്. മുകളിലത്തെ ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിൽ ക്യാമറയും ഉണ്ട് സർ. എനിക്ക് അത്രയൊന്നും ചിന്തിക്കാനുള്ള മൂളയില്ല. ബാക്കി 14th ഫ്ലോറിൽ ആരും താമസിക്കുന്നില്ല. അതായത് ഈ ലിഫ്റ്റ് 14th ഫ്ലോറിൽ പോയപ്പോൾ ലിഫ്റ്റിൽ കയറിയ ആൾ കൊലപാതകയായിരിക്കണം. മെഹുൽ CCTV ഫുട്ടേജസ് നോക്കി. ഓക്കെ, അപ്പൊ CCTV ഫുട്ടേജ് നോക്കി ആരൊക്കെയാണ് ഈ ആള് ചത്ത് കിടന്ന ഫ്ലോറിലോട്ട് പോയെന്ന് നോക്കണം എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് ഫ്ലോർ. അപ്പോൾ ഒരു പ്രാവശ്യം ലിഫ്റ്റ് 14th ഫ്ലോറിൽ പോയിരുന്നു. അപ്പോൾ ലിഫ്റ്റിൽ 3 പേരുണ്ടായിരുന്നു. ഈ ചരട് വല്ലാതെ മുറുകി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. 3 പേരുണ്ടായിരുന്നു. ഈ 3 പേരിൽ ആരാണ് ഇനി? ഈ 3 പേരിൽ ആരോ ഒരാൾ കൊലപാതകയായിരിക്കും. മെഹുൽ CCTV ഫുട്ടേജുകൾ വീണ്ടും നോക്കാൻ തുടങ്ങി. ലിഫ്റ്റിൽ ഉണ്ടായിരുന്ന ദേവ് 40 മിനിറ്റിനകം താഴെ ഇറങ്ങി പുറത്തേക്ക് പോയി. 40 മിനിറ്റിനകം അവനൊരു കൊലപാതകം കഴിഞ്ഞെത്തിയോ? അസംഭവ്യം. രണ്ടാമൻ ശിവം 4 മണിക്കൂറിന് ശേഷം താഴെ വന്ന് പുറത്തേക്ക് പോയി. 4 മണിക്കൂർ വരെ ഒരാളെ കൊന്നെന്ന് പറഞ്ഞാൽ നരകത്തിൽ അവരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്ന. മൂന്നാമൻ വൈഭവ് ലിഫ്റ്റിൽ മുകളിലേക്ക് പോയിരുന്നു. 15 മിനിറ്റിന് ശേഷം താഴേക്ക് വന്നു. അവന്റെ സാമർത്ഥ്യം കണ്ട അറിയാം അവനാ. കേസ് സോൾവ്ഡ്. ആരാണ് കൊലപാതകയെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ലോജിക്കൽ ആർമി? ഇതിനകത്ത് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. 40 മിനിറ്റും കൊണ്ട് ഒരാളെ വെള്ളത്തിൽ മുക്കി കൊന്നിട്ട് അവൻ ഇറങ്ങി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പോസിബിൾ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ശിവമായിരിക്കും. ആ ബോഡി ഏകദേശം വീർത്തെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഒരു ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കണം. വൈഭവായിരിക്കത്തില്ല, പാവം. എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ അവനെ വെറുതെ കുറ്റപ്പെടുത്തിയത്. അവനെ കണ്ടറിയാൻ എനിക്ക് ഇന്നൊരു വളി വിടാനുള്ള ആരോഗ്യമില്ല. കൊലപാതകി വെള്ളത്തിൽ മുക്കിയാണ് കൊന്നിരിക്കുന്നത്.
ബോഡി അതെ. പെരുകിയിട്ടുണ്ടായിരുന്നു. അതായത് അതെ, അതെ. 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടന്നിട്ടുണ്ടാകും. അതിനുശേഷമാണ് അതെ. ബോഡി എടുത്ത് പുറത്തിട്ടത്. അതായത് കുറഞ്ഞത് 3-4 മണിക്കൂറെങ്കിലും അവർ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അതെ, ശിവം അതെ. മാത്രമേ ഇത്രയും സമയം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മിസ്റ്റർ അതെ. ശ്യാം പറഞ്ഞു, ഇയാൾ അടുത്ത ബിൽഡിംഗിലാണ് താമസിക്കുന്നത്. മെഹുൽ പെട്ടെന്ന് ശിവത്തിന്റെ വീട്ടിലേക്ക് പോയി. പൊക്കീനവൻ തന്നെ. പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, സർ, ശിവം സർ രാവിലെ പെട്ടെന്ന് ജോലിക്ക് വേണ്ടി പോയതാണ്. മെഹുൽ CCTV ഫൂട്ടേജുകൾ നോക്കി. അയാൾ ശിവത്തെ കണ്ട് ഷോക്കായി പോയി. എന്താ ലോജിക്കൽ ആർമി, എന്തുകൊണ്ടാണ് ശിവത്തെ കണ്ടിട്ട് മെഹുൽ ഷോക്കായി പോയത്? ഒരു കയ്യില്ലയോ? ഉണ്ട്. അവൻ നേരത്തെ ഇട്ടിരുന്ന ഒരു മതിലെ ഹോട്ടലിലെ വെയിറ്റർ ഇടുന്ന പോലത്തെ ഫോർമൽ ഡ്രസ്സ്, ഒരിടത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സ്, ഇതിപ്പോ വീട്ടിൽ ഇടുന്ന പോലത്തെ ഡ്രസ്സ്. മണ്ടക്കോട്ട് പോയത് എന്തിന് ആ ഡ്രസ്സ് ഇട്ടോണ്ട്? വല്ലാതെ കുഴപ്പിക്കും തന്നെ. ഇതിപ്പോ എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. ഒന്നെങ്കിൽ അവന് ഓഫീസിൽ പോയിട്ട് വന്നിട്ടായിരിക്കും കൊന്നത്. അല്ല, ഇവന് ഓഫീസിൽ പോവാണെങ്കിൽ എന്തിനാ മണ്ടയ്ക്ക് പോയേ? പോകുന്നതിന് മുമ്പാണോ അപ്പൊ കൊന്നേ? അല്ല, വേണ്ട, എനിക്ക് അതിനുള്ള മൂളയില്ല, കണ്ടുപിടിക്കാം. ശിവത്തിന്റെ ആദ്യത്തെ CCTV ഫൂട്ടേജിൽ അയാളുടെ വസ്ത്രം വേറെയായിരുന്നു. അത് ഫോർമൽ ഡ്രസ് ആയിരുന്നു. ഇപ്പോൾ കാഷ്വൽ ഡ്രസ് ആണ്. അതായത് ഇയാൾ ആദ്യം ജോലിക്ക് പോയി കാണും, എന്നിട്ട് തിരിച്ചു വന്നു. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മെഹുൽ, അതും ഇതും തമ്മിൽ ഇവിടെ ബന്ധം എന്തോ അതാ എനിക്കറിയാത്തേ. അയാൾ ആദ്യം ജോലിക്ക് പോയി കാണും, തിരിച്ചു വന്നു. അതിന് എന്താ വേണം? ഇതിങ്ങനൊന്നും വിട്ടാൽ പറ്റത്തില്ല. ഇത് അവന്റെ ഓഫീസിൽ പോയി തന്നെ ഇത് കാര്യം ചോദിക്കണം. അവന്റെ ഓഫീസിൽ ചെന്നപ്പോ കാണുന്ന 3 ബിൽഡിങ്ങുകൾ, ഒന്ന് ജിമ്മ്, ഒന്ന് കാർ റിപ്പയറിംഗ് ഷോപ്പ്, ഒന്ന് ഹോട്ടല്. മെഹുൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഏത് ബിൽഡിംഗിലായിരിക്കും ശിവം ജോലി ചെയ്യുന്നത്? അത് ഇവിടെ എന്തുവാ പ്രസക്തി? എവിടെങ്കിലും ജോലി കേട്ട്. അല്ല, ഒരു മിനിറ്റ്, എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ചോദ്യം തള്ളിക്കളയാൻ പറ്റത്തില്ല. എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അവ ഹോട്ടലിന്റെ വെയിറ്ററിന്റെ ഡ്രസ്സായിട്ടെ. ഹോട്ടൽ. ശിവം ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അയാളുടെ ഡ്രസ്സ് നോക്കൂ, കോട്ടും ടൈയും ഇട്ടിരിക്കുന്നു. പ്രൊഫഷണലായി തോന്നി. അതെ. ജിമ്മിലും റിപ്പയറിംഗ് ഷോപ്പിലും അങ്ങനെ ആരും കാണില്ലല്ലോ. അതായത് അയാൾ തീർച്ചയായും ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. പെട്ടെന്ന് ഹോട്ടലിനകത്തേക്ക് കയറിയ മെഹുൽ അവിടുത്തെ മാനേജറോട് ശിവത്തെ പറ്റി അന്വേഷിച്ചു. അവിടുത്തെ മാനേജർ പറഞ്ഞു, ശിവം ഇന്ന് രാവിലെ ജോലിക്ക് വന്നിരുന്നു. കുറച്ചു നേരം ജോലി ചെയ്തതിന് ശേഷം തിരിച്ചു പോയി, പിന്നെ കണ്ടില്ല. മെഹുലിന്റെ ഡൗട്ട് ഇപ്പോൾ സത്യമായി. അയ്യോ, എന്തോ കൊടുക്കും ഇനി? അയാൾ പറഞ്ഞു, അതിനർത്ഥം ആ മർഡറിൽ ശിവന്റെ കൈയുണ്ട്. അറിയില്ല അവൻ എവിടെയാണെന്ന്, എവിടെ ഒളിച്ചിരിക്കുകയാണെന്ന്. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും ഓപ്പൺ ആണ്. കൊല 2 പേർ ചേർന്നാണ് നടത്തിയത്. പക്ഷേ ലിഫ്റ്റിൽ ശിവം മാത്രമേ മുകളിൽ പോയി തിരിച്ചു വരുന്നുള്ളൂ. ഹെൽത്തി ആണല്ലോ. രണ്ടാമത്തെ ആൾ എവിടെയാണ്? മെഹുൽ ചിന്താക്കുഴപ്പത്തിലായി. നിങ്ങൾക്ക് പറയാനാകുമോ ലോജിക്കൽ ആർമി, രണ്ടാമത്തെ ആൾ എവിടെയാണുള്ളതെന്ന്? രണ്ടാമത്തെ ആൾ എവിടെ ഉള്ളേ? അവിടെ എപ്പോഴാ ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാന്നുള്ള ഒരു ഇത് വേണം കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ചിന്തിക്കാൻ പോലും എന്തെങ്കിലും ഉണ്ടെന്ന്. ഞാനിത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിച്ചോ. തീർച്ചയായും രണ്ടാമത്തെ ആൾ ആ ബിൽഡിംഗിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ടാവും. ഇക്കാര്യം കൺഫേം ചെയ്യാനായി മെഹുൽ ആ ബിൽഡിംഗിലേക്ക് പോയി ഗാർഡിനോട് സംസാരിച്ചു. ഇന്ന് ആരെങ്കിലും സ്റ്റെയർ ഉപയോഗിച്ചിരുന്നോ? ഇല്ല സർ, സ്റ്റെയറിൽ പണി നടക്കുന്നുണ്ട്. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആരും സ്റ്റെയർ കേസ് യൂസ് ചെയ്തിട്ടില്ല. മെഹുലിന്റെ സംശയം സത്യമായി തീർന്നു. രണ്ടാമത്തെ ആൾ ഇപ്പോഴും ബിൽഡിംഗിൽ തന്നെയാണ്. മെഹുൽ വീണ്ടും മർഡർ ലൊക്കേഷനിലേക്ക് പോയി. ഓക്കെ, സോ ഇപ്പം നമുക്ക് മേഹുലിന്റെയും ആ കൊലയാളിയുടെ ഒരു ഫൈറ്റ് സീൻ തന്നെ ഇവിടെ ലഭിക്കുന്നതായിരിക്കും ഇൻ ഡിസ്നി ആനിമേഷൻ. ആ ലേഡിയുടെ റൂം എല്ലാം നല്ലവണ്ണം പരിശോധിച്ചു. അപ്പോൾ അലമാരയിൽ ബാങ്കിന്റെ ഡോക്യുമെന്റ്സ് അവിടെ ചിതറിക്കിടക്കുന്നത് കണ്ടു. ATM കാർഡിന്റെ കവറും കണ്ടു. പക്ഷേ ATM കാർഡ് മിസ്സിംഗ് ആയിരുന്നു. ഓഹോ, പണത്തിന് വേണ്ടിയുള്ള കൊലപാതകമാണല്ലേ? ഇന്നെ വെറുതെ വിട്ടാ പറ്റത്തില്ല. ഇതിനർത്ഥം പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ്. ഇനി എന്നെ ഈ ATM കാർഡ് സഹായിക്കും അയാളെ പിടിക്കാൻ. എങ്ങനെ? ATM കാർഡ് എങ്ങനെയാണ് ആ കൊലപാതകയെ പിടിക്കാൻ സഹായിക്കാൻ പോകുന്നത്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ഓക്കെ, അപ്പൊ ഇനി ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുന്നു സുഹൃത്തുക്കളെ. ഞാനൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ATM കാർഡ് കിട്ടി, അവൻ ഇതിനകത്തായിരിക്കും, രണ്ടാമത് ഒരാളായിരിക്കും ഇതിനുണ്ടാകും. ഈ ATM നിന്ന് പൈസ ഇട്ട ബാങ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവർ പറയത്തില്ലായിരിക്കും. അല്ല, ബാങ്കിൽ അങ്ങനെ വിളിക്കാവോ? കണ്ടുപിടിക്കാവോ? എനിക്ക് അതിനുള്ള മൂളയില്ല. വിട്ട് ബാങ്കിലേക്ക് ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്തു. എവിടെയെങ്കിലും ഈ ATM യൂസ് ചെയ്താൽ സ്ഥലം ഉടനെ ട്രാക്ക് ചെയ്ത് മെഹുലിനെ അറിയിക്കണമെന്ന്. അപ്പോഴേക്കും ഡോക്ടർ സഞ്ജനയുടെ ഫോൺ വന്നു. അവൾ മെഹുലിനോട് പറഞ്ഞു, മരണം സംഭവിച്ചത് വെള്ളത്തിൽ മുങ്ങിയല്ല, പകരം കഴുത്ത് ഞെരിച്ചാണെന്ന്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കണ്ടോ ഈ കഥ? ഇങ്ങനെ എനിക്ക് അന്നേരം അറിയായിരുന്നു ഇത് അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളത്തിൽ മുക്കിയല്ല കൊന്ന്. മിസ്റ്റർ ലളിതിന്റെ ഫോൺ വന്നു. ഗാർഡ് ഒരാളെ 15ാമത്തെ നിലയിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്ന്. അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു ശിവം അയാൾക്ക് 10,000 രൂപ കൊടുത്തിരുന്നു ആ സ്ത്രീയുടെ വീട്ടിൽ മോഷ്ടിക്കാനെന്ന്. ആ സ്ത്രീ പക്ഷെ അവനെ കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ അയാൾക്ക് അവളെ കൊല്ലേണ്ടി വന്നു. ശിവം അവിടെ വന്ന് 2 പേരും കൂടെ ചേർന്ന് അവരെ വെള്ളത്തിൽ മുക്കി. അപ്പോൾ എല്ലാവരും വിചാരിക്കുമല്ലോ ബാത്തബിൽ മുങ്ങിയാണ് അവൾ മരിച്ചതെന്ന്. ഇങ്ങനെയായിരുന്നോ കഥ? അപ്പോൾ അയാൾ പറഞ്ഞു, ശിവം ഇപ്പോൾ നാട് വിടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ നാട് വിടാൻ ശ്രമിച്ചേ?
അപ്പോൾ മെഹുലിന് ബാങ്കിൽ നിന്നൊരു ഫോൺ വന്നു. റെയിൽവേ സ്റ്റേഷനിലെ ATM കൗണ്ടറിൽ ആ കാർഡ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അതായത് അയാൾ ട്രെയിനിൽ ഒളിച്ചു കിടക്കാൻ ശ്രമിക്കുകയാണ്. മെഹുൽ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ശിവത്തെ എവിടെയും കണ്ടില്ല. പക്ഷേ മെഹുൽ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് പറയാനാകുമോ ഈ ആൾക്കാരുടെ എന്തിനാ ഈ പറയാനാകുമോ എന്നൊക്കെ ചോദിക്കുന്നത്? ഡ്രസ് കണ്ടില്ലോ. ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ശിവം താടിയും മീശയും വെച്ച് ഇതായിരുന്നോ ഇത്രയും കട്ടപ്പെട്ട് ഉണ്ടാക്കിയത്? ഞാൻ വിചാരിച്ചു ശിവ ഈ മൂഡ് പോയ സ്ഥിതിക്ക് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റണ്ട് കാണുമെങ്കിൽ നിങ്ങൾ ഇന്നേ വരെ കാണാത്ത കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് വെക്കോ. For a bet.